ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ദിവസമായിട്ട് ഇന്ന് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ പെണ്ണുങ്ങളൊന്നും സമ്മതിക്കില്ല. അവർക്ക് എന്താ വെച്ചാൽ നമ്മളിവിടെ വെറും ഗ്യാസിൻ്റെ മുകളിൽ മാത്രമല്ല ഫുഡ് ഉണ്ടാക്കട്ടെ, വിറക് ചേരി അത് ഇതൊക്കെ കത്തിച്ചിട്ട് നാച്ചുറലായിട്ട് അടുപ്പ് കത്തിച്ച് ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ ഇവിടെയുള്ള ചേരിയൊക്കെ കഴിഞ്ഞാണ്. നമ്മൾ ഒരു 2-3 അപ്പുറത്തെ വീട്ടിൽ കുറച്ച് ചേരി ഉണ്ട്. അപ്പോൾ അതൊന്ന് പോയി എടുത്താട്ടെ. നമ്മളെ വണ്ടി ഉള്ളതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതാ ചേരി എടുക്കാൻ പോകണം. ഒന്നാ എൻ്റെ മോള്, പിന്നൊന്ന് ഇതാ നമ്മളെ പൊണ്ടാട്ടി. ഒക്കെ ഭയങ്കര മടിയാണ്. ക്യാമറ മുന്നേറെ ഭയങ്കര മടിയാണ്. അതിൽ കിട്ടുന്ന പണിയാണ് കിട്ടി. ആറാഴ്ച ദിവസം നമുക്ക് ലീവില്ല മക്കളെ. തിങ്കൾ മുതൽ ശനി വരെ നോമ്പൊക്കെ ആയതല്ലേ. അപ്പോൾ വീട്ടിൽ നഞ്ചുളി പണി നോക്കുമ്പോൾ അപ്പം അതിന് മുന്നേ എനിക്ക് തടി അയച്ചിലാകണം. അപ്പോൾ ഞാൻ ചേരിക്ക് അതിലും പോയി വെക്കാം, എന്താ പാട് നോക്കട്ടെ. അതിൽ കഴിച്ചിലേക്ക് കിട്ടും എനിക്ക് തോന്നുന്നില്ല. വേറെ എന്തൊക്കെ പണി പോലെ കണ്ടൊക്കെ ഉണ്ട് എന്നെ കൊണ്ട് ഇടിപ്പിക്കുക. എന്ന് വെച്ചാൽ ലീവ് കിട്ടിയല്ലോ. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം എന്താവും നോക്കാം. നമ്മളെ മദർ, നമ്മളെപ്പ മദർ ഫാദർ പെങ്ങൾക്ക് ഫോൺ ചെയ്യാട്ടോ. അപ്പം നമ്മൾ ചേരി എടുത്തു വരാം. അപ്പോത്തിന് ബാക്കിയുള്ള പണി സെറ്റ് ആക്കിച്ചോളി കേട്ടോ. ചേരി എടുത്തു വരാം. അപ്പോൾ ഇതിക്കുള്ള അടുത്ത പണി സെറ്റ് ആക്കിച്ചോളി. കൊറേ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഞായറാഴ്ച ദിവസം ഒഴിവുള്ള ദിവസം ഇന്ന് ഫുള്ള് വൈകുന്നേരം വരെ പണിയാ. ഇന്ന് പൊളിക്കും. കിട്ടി, ചേരി കിട്ടി. ചാക്കൊക്കെ ഉണ്ട്. ഇനി കുറച്ച് അപ്പുറം എടുക്കാണ്ട്, ചാക്കിലാക്കാണ്ട്. ഇത് കഴിഞ്ഞിട്ട് വരെ വീട് വേറെ പണി ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച എന്ന ദിവസം വേണ്ടി ചെയ്യും. ശനിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച ആയാൽ മതി. ഇനി ഞായറാഴ്ച ഉള്ളതാണ് ബുദ്ധിമുട്ടേ. ചേരി കൊണ്ടാൽ മാത്രമല്ല തേങ്ങ പൊളിക്കേണ്ടി വന്ന്. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ മാതിരി ശനിയാഴ്ച കഴിഞ്ഞിട്ട് നേരെ തിങ്കളാഴ്ച ഉണ്ടാകുക നല്ലത്. ഞായറാഴ്ച വേണ്ട. എന്തെങ്കിലും ഇങ്ങനെ 4-5 ചാക്ക് ചേരി ഞാൻ അത്ര തേങ്ങ പൊളിക്കാനും വേറെ എടുക്കാന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ പുലിട്ടി ഉണ്ടാവില്ല. നാളെ ഇങ്ങനെ വേർത്ത് ഇങ്ങനെ വലിച്ചരല്ലാതെ കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇതൊക്കെ ഇനിയിപ്പോൾ നമ്മളെ വണ്ടി കയറ്റാനുള്ള ഒരു ലോഡ് കൊണ്ടുപോയിട്ടോ. ഒരു ലോഡ് ചേരി കൊണ്ടുപോയി ഇറക്കി. ഇനിയിപ്പോൾ കുറച്ച് ചേരി കയറ്റി വെച്ചിന്. ഇതൊക്കെ കയറ്റാനുള്ള നമ്മൾ പൊന്നോടെ കൊണ്ടു നടക്കണം നമ്മളെ മുതൽ. അതിലിത് കയറ്റുമ്പം വിഷമമുണ്ട്. ഇതൊക്കെ വെക്കണ വണ്ടിയിലല്ല മക്കളെ, നമ്മളെ നെഞ്ഞത്താണ്. നമ്മളെ നെഞ്ഞിങ്ങനെ പൊളിയാ ഇതിലിങ്ങനെ ഇത് കയറ്റുമ്പോഴേ. എന്താ ചെയ്യുക, ഞായറാഴ്ചയായി പോയില്ലേ. അപ്പോൾ ഇതാണ്ട് മക്കളെ സാധനം ഇങ്ങനെ കയറി കൊണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയി ഇറക്കിയിട്ട് വരാം കേട്ടോ. പിന്നെ ഈ സാധനം കയറ്റണ കണ്ടിട്ട് പൊന്നാര മക്കളെ, നിങ്ങളാരും സാധനം കയറ്റാൻ വണ്ടി വിളിക്കരുതേ. ഇതിപ്പം എന്താ പറയുക, ഒയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് കേട്ടോ. ഒയ്യണതാണെങ്കിൽ ഞാൻ അതിന് നിൽക്കില്ല. ഇതിപ്പോൾ ഒയ്യാൻ പറ്റില്ലല്ലോ, അതിനെ കൊണ്ട് കയറ്റാണ്. ഇത് സാധനം കയറ്റണ വണ്ടിയല്ല, ഇത് നമുക്ക് നടക്കില്ല. അപ്പോൾ മക്കളെ രണ്ടാമത്തെ ലോഡ് ഇറക്കി കഴിഞ്ഞിട്ടോ. ഇനി കുറച്ച് വെള്ളം കുടിച്ചിട്ടായില്ല. സനോ കുറച്ച് വെള്ളം എടുത്താളാ, പിടിച്ച് വെള്ളം ഉണ്ട് വയ്ക്കാം. തണുപ്പുണ്ടോ നോക്ക്. ഉണ്ടോ? ഓ ഇതെന്താ ബീവിയോ? അടഞ്ഞുകൊണ്ട് അവിടെ അമ്മച്ചയുടെ വിറകൊക്കെ വെട്ടി കുഴങ്ങിയിരിക്കുന്നുണ്ട്. ഇത് നമ്മളെ മോളാട്ടാ. അപ്പോളേ അതാ ഇനി ഇത് കുടിച്ചാട്ടെ. ഞാൻ അപ്പം കുടിക്കില്ല, നമ്മളെ ബീവിയുടെ വെള്ളത്തിന് തയ്ച്ചിക്കാണ്. അപ്പോൾ നമുക്ക് വെള്ളം ഇറങ്ങില്ല. അതുകൂടെ കുടിക്കാം. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞോളെ ഞാൻ അടുത്ത ട്രിപ്പിന് പോകട്ടോ. അവിടെ കട്ടെ കൊടുത്തിട്ട് ബീവിക്ക് കൊടുക്കട്ടെ കേട്ടോ. എന്നടി മനോ ഇവിടെ കുഴങ്ങിയിരിക്കുക. ഇരുത്തം കണ്ടാൽ എന്തോ ഇനി കുടിക്കുന്നുണ്ടോ. അപ്പോൾ മക്കളെ മൂന്നാമത്തെ ലോഡും ഫുള്ളായിട്ടോ. അപ്പോൾ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്. അപ്പം ഇനി ഇന്ന് പോവാം. ഇന്നത്തെ വിറക് കൊണ്ടുവരൽ ശേഷം കഴിഞ്ഞ് ഇനി പോട്ടോ. ഇപ്പോൾ പോയിട്ട് അവിടെ വേറെ എന്തൊക്കെ ഒരു പണിയുണ്ട്.
അടിച്ച് ഉണ്ടങ്ങൾ നമ്മളങ്ങനെ കൊണ്ടുനടക്കണ മുതലാ. ഇതൊരു സാധനം കയറ്റി പറഞ്ഞാലേ നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ നെഞ്ഞത്താണ് കയറ്റണ മക്കളെ. ഇനി പെര പോയിട്ടേ അവിടെ വേറെ എന്തൊക്കെ പണിയുണ്ട്. ഇനി കൊണ്ടുപോയ സാധനം ഒതുക്കി വെക്കാണ്ട് പറഞ്ഞില്ല. ഞായറാഴ്ച വീട്ടിൽ വിറക് കൊണ്ടുവന്ന് വണ്ടി ഇറക്കിയില്ല. ഇല്ല കഴിഞ്ഞിട്ടില്ല. ഇനി ഇറതാ ഇനി വണ്ടിയിലൂടെ ഇറക്കാണ്ട്. നമ്മളെ വീടിൻ്റെ പോർച്ചാ വണ്ടി ഇതവിടെ എത്തിന്. കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. ഏതായാലും കൂലിയില്ലല്ലോ. വെള്ളം കുടിക്കട്ടെ. പിന്നെ ക്യാമറ ഭയങ്കര രസം. പിന്നെ വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നല്ലോ. വിറകിൻ്റെ പണി കഴിഞ്ഞിട്ട് അതിപ്പം എടുത്തിട്ടോ ചുളിയിൽ ഞാൻ കാണിച്ചു തരാം. എടുത്ത് എന്തേ രാവിലെ കാണിക്കണേ? വിറകല്ല കാണിക്കണേ. ആ നമ്മളെ നമ്മളെ ഫാദർ ആ ചായയും കടി കൊടുത്തോണ്ടെന്ന് എന്തുകൊണ്ടറിയ നിങ്ങള് ആ പണി എടുത്തോണ്ടാ. അത് ഇപ്പൊ എടുത്തില്ലെങ്കിലോ അത് കൊടുക്കൂല. ആ മറ്റേ ചെറിയ പാത്രത്തിൽ വെച്ചുകൊടുത്തൊക്കെ ചായയും കടി ഉമ്മ കുടിക്കാൻ വേണ്ടിയല്ലോ വലിയ ചെമ്പില്. ഉമ്മ ചൂടെടുത്തിട്ടോ തട്ട ഒഴിവാക്കിയേ. തട്ട ഒഴിവാക്കല്ലേ കേട്ടോ. ചൂടും എടുത്തിട്ട് ഒഴിവാക്കണേ. അയൽവാസിനൊക്കെ പോകുമ്പോ തട്ടുന്ന വല്യമ്മ അപ്പൊ ചൂടെടുത്തിട്ട് ഒഴിവാക്കി. അവിടെ അമ്മാര് പണിയില്ല. അപ്പോൾ ഇനി പറയാനുള്ള എന്താ വെച്ചാല് ഇനി ഞായറാഴ്ച ദിവസം വേണ്ട. അതല്ലേ ആ ഞാൻ പറഞ്ഞേ. ശനിയാഴ്ച കഴിഞ്ഞാൽ ഒറ്റ മറിച്ചിട്ട് തിങ്കളാഴ്ചക്ക്. ഞായറാഴ്ച കഴിഞ്ഞാല് ഇതിൽ ആർക്കൊക്കെ ഞായറാഴ്ച വേണമെന്നുള്ളവര് പറഞ്ഞോളി. വേണ്ടാത്തോലെ അതും പറഞ്ഞോളി. ഇതേമാതിരത്തെ പണി നല്ലൊരു തീരുമാനമാണ്. അപ്പം എന്താണ് ഇപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊരൊറ്റ ലൈനിൽ കാണാതെ പഠിച്ചാൽ അത് ഒന്ന് തെറ്റിയാൽ ഫുള്ള് തെറ്റി പോകും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ. നമ്മൾ പൊണ്ടാട്ടി ഇവിടെ ഉണ്ട്. പൊണ്ടാട്ടിക്ക് വല്ല ക്യാമറ താല്പര്യമില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.